Good morning to all. Today I'm going to discuss about monetary policy. You already heard about monetary policy. The government have an important role in the achievement of macroeconomic goals of an economy or nation. In order to achieve these macroeconomic goals, the government has to implement certain policies. Mainly, the government implement monetary policy and physical policy in the country. So, monetary policy means or monetary policy is implemented by the monetary authority of the country. The monetary policy was implemented by the monetary authority of the country and it operates through changes in the quantity of money. The monetary policy was implemented to control the supply of the money in the economy. The monetary authority, the apex monetary authority in India is central bank. That means RBI is the ultimate authority, ultimate monetary authority of our nation, and RBI implement the monetary policy in India in order to regulate the money supply in the country. മോണിറ്ററി പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തത് ആരാ? RBI ആണ്. അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്കാണ് എന്ത് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ എക്കണോമിയിലത്തെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സപ്ലൈ ഓഫ് മണി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. സപ്ലൈ ഓഫ് മണി എന്താണ്? എക്കണോമിയിൽ ഒരുപാട് മണി, ഒരുപാട് പൈസ ഫ്ലോ ചെയ്യുന്നത് അവസ്ഥേനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മണി സപ്ലൈ കുറഞ്ഞ അവസ്ഥേനെയാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. In case of inflation, in the period of inflation, the purchasing power of the money will be decreased and the amount or the price of goods will be in the increased value. And vice versa, in case of deflation, the purchasing power will be increased and the price of goods and services will be decreased. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം എക്കണോമിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മണി സർക്കുലേഷൻ കൂടുതലായിരിക്കും. എക്കണോമിയിൽ ഒരുപാട് പൈസ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് മണി ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നോർമലി പ്രൈസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. നമുക്ക് ഇന്നിപ്പം 10 രൂപയ്ക്ക് കിട്ടിയൊരു സാധനം നാളെ ചിലപ്പം 12 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. പർച്ചേസിങ് പവർ ഓഫ് വാല്യൂ കുറഞ്ഞു, അല്ലെങ്കിൽ പർച്ചേസ് പവർ ഓഫ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ്. മണി വാല്യൂ കുറയാണ്. ഇൻഫ്ലേഷൻ ടൈമിൽ ഓട്ടോമാറ്റിക്കലി മണി വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈസസ്, ഗുഡ്സിൻ്റെ പ്രൈസ് എന്തായിരിക്കും? ഇൻക്രീസ്ഡ് ലെവലിലായിരിക്കും. അതേപോലെ തന്നെയാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്താ ഡിഫ്ലേഷൻ? പർച്ചേസിങ് പവർ ഓഫ് മണി കൂടുതലായിരിക്കും, അല്ലേ? ഇന്നിപ്പം 10 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം നാളെ നമുക്ക് 8 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ആ സിറ്റുവേഷനാണ് ഡിഫ്ലേഷൻ. അത്തരം കേസസിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ഈ ഡിഫ്ലേഷനും ഇൻഫ്ലേഷനും മാച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ഒരുമിച്ച് പോകണം. എന്നാൽ മാത്രമേ എക്കണോമിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എക്കണോമിൻ്റെ ഗ്രോത്ത് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇൻ ഓർഡർ ടു കൺട്രോൾ ദ മണി സപ്ലൈ ഇൻ ദി എക്കണോമി, മോണിറ്ററി പോളിസി വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ RBI. ചില സമയത്ത് മണി ഫ്ലോ കൂടുതലായിരിക്കാം, അതുമാണ് ഇൻഫ്ലേഷൻ. ചില സമയത്ത് മണി ഫ്ലോ കുറവായിരിക്കാം. തീരെ കുറവ് മണി ഫ്ലോ ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ നല്ലോണം മണി ഫ്ലോയും ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു സാഹചര്യത്തെ
കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. In the words of G.K. Shaw, monetary policy is defined as any conscious action undertaken by the monetary authorities to change the quantity, availability, or cost of money. In the words of G.K. Shaw, monetary policy is defined as any conscious action undertaken by the monetary authorities to change the quantity, availability, or cost of money. Simply, it's an action undertaken by the monetary authority in order to change the quantity and availability of money supply in a country. This is what is called monetary policy. Then there may be cheap monetary policy or cheap money policy and dear money policy. According to the situation, whether inflation or deflation, the money policy may be known as cheap policy and dear money policy. In case of deflation, that means when credit is made available to trade and industry at low rates of interest, we call it cheap money policy. If the money circulation is reduced or the money circulation is low in the economy, such situation is known as deflation. At this time, the loans and credit will be given at a lowest rate of interest in order to increase the money supply. So, implementation of monetary policy or implementation of policy at this time or at this situation is known as cheap money policy. Then, in the case of inflation, the money supply are in increased rate. At that time, the rates, the interest rates may be in increased rates in order to reduce the money supply in the country. So, the policy implemented at this time is known as tier money policy. ഇൻഫ്ലേഷൻ ടൈമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പോളിസിയാണ് എന്ത് ചീപ്പ് പോളിസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ടൈമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പോളിസിയാണ് ഡിയർ മണി പോളിസി എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് മോണിറ്ററി പോളിസീൻ്റെ വ്യത്യാസം, രണ്ട് പീരിയഡ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. Then we can check what are the objectives of monetary policy. Why the monetary policies are implemented in a country. The main objective of monetary policy is to control the money supply in the economy. In order to control the money supply in economy, monetary policies are implemented, and other objectives are, first one, to promote savings and tap potential savings. To promote savings in a country, monetary policies are implemented in order to promote savings in the country. Then to mobilize savings for capital formation and growth. To mobilize savings from the people for the capital formation and growth of the economy. Then to promote investment by creating an investment climate. To promote investment among the public. Then to promote overall economic growth by providing extensive credit to the field of agricultural, industry, trade, commerce, etc. To promote
overall economic growth by providing extensive credit in the field of agricultural, trade, industry, etc. അതായത് ഇൻഡസ്ട്രിയിലും അതുപോലെ അഗ്രികൾച്ചറൽ സെക്ടറിലും അവർക്ക് ആവശ്യമായ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ, അതിലൂടെ എഫിഷ്യൻസി, എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ടു കൺട്രോൾ ഇൻഫ്ലേഷണറി ട്രെൻഡ്സ്, ഇൻഫ്ലേഷണറി ട്രെൻഡ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി. In order to control the money supply in the market, the RBI implemented monetary policy, and in order to control these money supply, RBI used certain tools or instruments. These instruments are mainly classified into two, that is quantitative techniques, then qualitative techniques. RBI used both quantitative and qualitative techniques in order to control the money supply, or in order to regulate the money supply. These tools and instruments of monetary policy is also known as weapons of credit control. Weapons of credit control, or weapons used for controlling the credit in the economy. We can check what are the quantitative techniques of monetary policy. Quantitative techniques are those techniques used for controlling and regulating the demand and supply of money, and this is meant to regulate the overall level of credit in the economy through commercial banks. By using the commercial banks, or by implementing certain techniques through commercial bank, the RBI helps, or RBI control the money supply. The important quantitative measures includes bank rate policy, open market operation, CRR, cash reserve ratio, statutory liquidity ratio. That is, quantitative techniques are bank rate policy, open market operations, change in cash reserve ratio, change in statutory liquidity ratio. First one, bank rate policy. Bank rate policy. Usually, the apex body or the apex bank in India is RBI. So, the commercial banks whenever the commercial banks needs money, they borrow from the RBI, and the commercial banks can borrow money by rediscounting their bills with the Central Bank of India, or by taking loans from RBI. The bank rate simply means the rate at which the central bank discounts or rediscounts the bill of exchange presented by commercial banks, or in other words, bank rate is the rate at which the central bank provides financial helps to commercial banks. The ultimate banking institution, or the apex banking institution in India, is the RBI. All other banks, commercial banks ആയിക്കോട്ടെ, നാഷണൽ ബാങ്ക്സ് ആയിക്കോട്ടെ, എല്ലാ ബാങ്ക്സും RBIയുടെ കൺട്രോളിലാണ് ഉള്ളത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അവർക്ക് എന്തെങ്കിലും മണി ആവശ്യം വരികയാണെങ്കിൽ, ക്യാഷ് ഡെഫിസിറ്റാണ് അവരുടെ ബാങ്കിൽ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ, ആ സമയത്ത് അവർക്ക് ആരെ സമീപിക്കാം? RBIനെ സമീപിക്കാം. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ് ആര്? RBI. അപ്പോൾ RBI എന്ത് ചെയ്യും?
കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്തെങ്കിലും ബിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബിൽസ് എന്ത് ചെയ്യാം, RBIയിൽ റീഡിസ്കൗണ്ട് ചെയ്യാം. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ത്, ബാങ്ക് റേറ്റ്. അതുപോലെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തതാണെങ്കിൽ ആ ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് ആണെന്ത്, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. In the case of inflation, at the time of inflation, automatically the money supply will be increased. At this time, RBI increase the bank rate in order to reduce the money supply. And vice versa, in case of deflation, RBI reduce the bank rate. ഇൻഫ്ലേഷൻ്റെ ടൈമിൽ എക്കണോമിയിൽ മണി സപ്ലൈ എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. ഒരുപാട് മണി സപ്ലൈ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൈസസ് ഇൻക്രീസ്ഡ് ലെവലിലായിരിക്കും. അപ്പോൾ RBI എന്ത് ചെയ്യും, ബാങ്ക് റേറ്റ് കൂട്ടും. ഫോർ എക്സാമ്പിൾ, നോർമൽ ബാങ്ക് റേറ്റ് 8% ആണെന്ന് വിചാരിക്കാം. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അടുത്ത് വേണ്ടുന്നത്ര ക്യാഷ് ഇല്ലാതിരിക്കുമ്പോൾ ആരെ സമീപിക്കും, RBIനെ സമീപിക്കും. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തിനായിരിക്കും ബോറോ ചെയ്യുന്നുണ്ടാവും RBIന്ന്, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തതിന് റിട്ടേൺ കൊടുക്കാനായിരിക്കും. അപ്പോൾ ഇങ്ങനെ RBIനെ സമീപിക്കുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ആണെങ്കിൽ RBI എന്ത് കൊടുക്കും, ഇൻക്രീസ്ഡ് റേറ്റിലായിരിക്കും ലോൺ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺ എടുക്കുന്നത് കുറക്കുമല്ലോ. അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് RBIന്ന് 10%-നാണ് ലോൺ കിട്ടുന്നതെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, കൊമേഴ്ഷ്യൽ ബാങ്കും എന്ത് ചെയ്യും, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റും കൂട്ടും. നോർമലി RBIൻ്റെ ബാങ്ക് റേറ്റ് 8 ആണെന്ന് വിചാരിക്കാം. ഇൻഫ്ലേഷൻ ടൈമിൽ RBI ബാങ്കിങ് റേറ്റ് ഉയർത്തി 10 ആക്കി. അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് സാധാരണ പബ്ലിക്കിന് ലോൺ കൊടുക്കുന്നത് 10% വിചാരിക്കാം. അപ്പോൾ ഇൻഫ്ലേഷൻ ടൈമിൽ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് ബാങ്കിനെ സമീപിക്കും ലോൺ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അടുത്ത് ആഡിക്കേറ്റ് ആയിട്ടുള്ളത് പൈസയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, RBIൻ്റെ അടുത്ത് പോകും. RBIൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് RBI എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ ആയതുകൊണ്ട് ബാങ്ക് റേറ്റ് കൂട്ടി. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺ എടുക്കുന്നത് കുറക്കുക, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിനോട്, പബ്ലിക്കിനോട് പറയും ബാങ്ക് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. RBI ഓട്ടോമാറ്റിക്കലി ബാങ്ക് റേറ്റ് കൂട്ടുമ്പം കൊമേഴ്ഷ്യൽ ബാങ്കും ബാങ്ക് റേറ്റ് കൂട്ടും, 12% ആവും. അപ്പോൾ ഒരു സാധാരണക്കാരൻ ലോൺ എടുക്കാൻ പോകുമ്പോൾ 10% ഇൻട്രസ്റ്റ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ലോൺ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 12% എന്ന് പറയുമ്പോൾ എന്താവും, ലോൺ എടുക്കുന്നത് കുറക്കും അല്ലേ, അല്ലെങ്കിൽ ലോൺ വേണ്ടാന്ന് വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, അയാളുടെ കയ്യിൽ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞത് കുറവായിരിക്കും, അല്ലെങ്കിൽ അയാൾ ലോൺ എടുക്കാതെ പോകും, അയാളുടെ പൈസ കിട്ടില്ല. അങ്ങനെ മണി സപ്ലൈ കുറക്കാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ഡിഫ്ലേഷൻ്റെ ടൈമാണെങ്കിൽ ആരുടെ അടുത്തൊന്നും പൈസയില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. ആ ഒരു കേസിൽ RBI എന്ത് ചെയ്യും, ബാങ്ക് റേറ്റ് കുറക്കും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കും ബാങ്ക് റേറ്റ് കുറക്കും. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ലോൺ എടുക്കും. അപ്പോൾ അവരുടെ മണി സപ്ലൈ അങ്ങനെ കൂടും. ഇതാണ് ബാങ്ക് റേറ്റിൻ്റെ മെക്കാനിസം. ഇൻഫ്ലേഷൻ ടൈമിൽ ബാങ്ക് റേറ്റ് കൂട്ടും, RBI ബാങ്ക് റേറ്റ് കൂട്ടും. അതുപോലെ ഡിഫ്ലേഷൻ ടൈമിൽ ബാങ്ക് റേറ്റ് കുറക്കും. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. Open market operation refers to purchase and sale of securities by the central government in the open market. ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് പർച്ചേസും സെയിലും നടത്തുന്നതിനാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ്റെ ടൈമിൽ മണി സപ്ലൈ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇൻ ഓർഡർ ടു മണി സപ്ലൈ കുറക്കാൻ വേണ്ടിയിട്ട് RBI സെൽ ദെയർ സെക്യൂരിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. അവരുടെ സെക്യൂരിറ്റീസ് സെൽ ചെയ്യും. അപ്പോൾ പബ്ലിക്കിനിടയിലുള്ള പൈസ എന്ത് ചെയ്യും, RBIയിലേക്ക് എത്തും. അങ്ങനെ മണി സപ്ലൈ എക്കണോമിയിൽ കുറക്കാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ഓഫ് ഡിഫ്ലേഷനെ പറ്റിയിട്ടാണെങ്കിലോ മണി സപ്ലൈ കുറവായിരിക്കും. അപ്പോൾ RBI എന്ത് ചെയ്യും, ബൈ ബാക്ക് ദെയർ സെക്യൂരിറ്റീസ്. അവരുടെ സെക്യൂരിറ്റീസ് ബൈ ചെയ്യും അല്ലെ. ജനറൽ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് സെക്യൂരിറ്റി ബൈ ചെയ്യുന്ന സമയത്ത് RBIയിലെ ക്യാഷ് എന്ത് ചെയ്യും, തിരിച്ച് പബ്ലിക്കിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ മണി സപ്ലൈ കൂട്ടാൻ വേണ്ടി പറ്റും.
Then changes in cash reserve ratio or CRR. Every bank is required to keep certain percentage of deposit with the central bank as reserve fund. When prices are rising, the central bank raises the reserve ratio, and when the prices are lower, the reserve ratio will be lowered. That means എല്ലായ്പ്പോഴും എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കും എന്ത് ചെയ്യണം, ഒരു സെർട്ടൈൻ എമൗണ്ട് റിസർവായിട്ട് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 4% എന്ന് വിചാരിക്കുക, CRR 4% ആണെന്ന് വിചാരിക്കാം. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ടോട്ടൽ അസറ്റിൽ നിന്ന് അല്ലെങ്കിൽ ടോട്ടൽ ക്യാഷിൽ നിന്ന് 4% റിസർവ് ബാങ്കിൽ വെക്കണം. ഇങ്ങനെ റിസർവ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസർവിനാണ് CRR എന്ന് പറയുന്നത്. അപ്പോൾ ഈ CRRൻ്റെ റേറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിക്കൊണ്ട് മണി സപ്ലൈ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നത്. എങ്ങനെ? മണി സപ്ലൈ കൂടുതലുള്ള സമയത്ത് എന്ത് ചെയ്യും, CRR കൂട്ടും, RBI CRR കൂട്ടും. അപ്പോൾ മണി കുറവായിരിക്കും, പബ്ലിക്കിൻ്റെ അടുത്ത് RBIൻ്റെ റിസർവ് കൂടുതലായിരിക്കും, ഓട്ടോമാറ്റിക്കലി കയ്യിലുള്ള ലിക്വിഡായിട്ടുള്ള കാശ് കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ഡിഫ്ലേഷൻ്റെ ടൈമിൽ RBI CRR എന്താക്കും, റെഡ്യൂസ് ആക്കും, അതായത് റിസർവ് ആക്കി വെക്കേണ്ട എമൗണ്ട് കുറക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ദ ഫ്ലോ ഓഫ് മണി വിൽ ബി ഇൻക്രീസ്ഡ്. ദെൻ നെക്സ്റ്റ് change in statutory liquidity ratio. Statutory liquidity ratio means the commercial banks are required to keep with themselves in the form of a liquid asset. The liquid asset may be cash reserve, gold, and government securities. In the case of inflation, the SLR will be increased, and in case of deflation, the SLR will be decreased. CRR എന്ന് വെച്ചാൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിസർവ് ആണെന്ത്, CRR. അതുപോലെ തന്നെ SLR എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ ബാങ്കിൽ ക്യാഷായിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് ഫോമായിട്ട് കീപ്പ് ചെയ്യുന്നത് റേറ്റാണെന്ത്, SLR എന്ന് പറയുന്നത്. ആ റിസർവ് എന്താവാം, ക്യാഷ് ആവാം, ഗോൾഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ടായിരിക്കാം. അപ്പോൾ ഒരു മിനിമം അസറ്റ് റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് SLR എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് ഇൻഫ്ലേഷൻ്റെ ടൈമിൽ SLR ഉയർത്തും, റിസർവിൻ്റെ പോർഷൻ ഉയർത്തും. അതുപോലെ ഡിഫ്ലേഷൻ്റെ ടൈമിൽ റിസർവ് കുറക്കും. ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് മോണിറ്ററി പോളിസി, ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR ആൻഡ് SLR. The next qualitative techniques of monetary policy or selective credit control measures. Qualitative techniques of monetary policy or selective credit control measures. This mean to regulate the flow of credit for specific purpose. The flow of credit is regulated for specific purpose. In such cases, qualitative or selective techniques are used. They control the direction and distribution of credit in the economy. There are mainly 5 selective credit control measures, such as rationing of credit, changing margin requirements, regulation of consumer credit, moral suasion and direct action. Rationing of credit. Credit rationing is normally used by a central bank when there is shortage of funds. In case of shortage of funds, rationing of credit is used by the central bank. Central bank uses these techniques by putting an overall ceiling on all loans and advances for every bank, and fixing ceiling for specific classes of loans and advances,
charging higher rates of interest on the bank loan which go beyond certain limits. ഫണ്ടിൻ്റെ ഷോർട്ടേജുള്ള സമയത്ത് ആ ഷോർട്ടേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ലോൺസ് ആൻഡ് അഡ്വാൻസിനൊക്കെ സർട്ടൻ സീലിംഗ് ലിമിറ്റ് പറയുന്നത്, അതുപോലെ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ട് ഷോർട്ടേജ് കുറക്കുന്നത്, അത്തരത്തിലുള്ള ടെക്നിക്സാണ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ ചേഞ്ചിങ് മാർജിനൽ റിക്വയർമെൻറ്റ് ഓർ മാർജിൻ റിക്വയർമെൻറ്റ്സ്. When the banks providing loans to individuals against certain securities, they may charge a certain margin, or we cannot get the full value of the security as loan. Certain margin is kept by the bank in order to meet the price fluctuations. So such margin is called such portion is called margin, and while changing the marginal requirements, the credit control can be easily. That means നമ്മളിപ്പം പണയം വെക്കാൻ വേണ്ടി പോകുന്ന സ്വർണം, ഗോൾഡ് പണയം വെക്കാൻ വേണ്ടി പോകുന്നു വിചാരിക്കുക. അപ്പോൾ ഒരു പവൻ്റെ ഒരു ഗോൾഡാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 32,000 ആ ഒരു റേറ്റിലാണ് ഗോൾഡ് ഉള്ളത്. അപ്പോൾ ഒരു പവന് നമുക്ക് 32,000 രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എങ്കിൽ നമുക്ക് ആ 32,000 രൂപയും ലോണായിട്ട് കിട്ടുമോ? ഇല്ല, ഇത്രേ കിട്ടുള്ളൂ. അവരുടെ ഒരു മാർജിൻ കഴിച്ചിട്ട് ബാക്കി ഒരു 29,000 അല്ലെങ്കിൽ 28,000 കിട്ടുന്നുള്ളൂ. ഈ ഒരു മാർജിനെയാണ്, ഈ ഒരു മാർജിനിൽ അഡ്ജസ്റ്റ് വരുത്തിക്കൊണ്ട് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? മണി സപ്ലൈ കൂടുതലുള്ള സമയത്ത്, എക്കണോമിയിൽ മണി സപ്ലൈ കൂടുതലുള്ള സമയത്ത് എന്ത് ചെയ്യും? മാർജിൻ അവർ ഇൻക്രീസ് ചെയ്യും. ഇനിയിപ്പോൾ മണി സപ്ലൈ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ മാർജിൻ ഒരു 7,000 ഒക്കെ കീപ്പ് ചെയ്ത് ബാക്കി മാത്രമേ ആർക്ക് കൊടുക്കുള്ളൂ? കസ്റ്റമറിന് കൊടുക്കുള്ളൂ. ഇൻ കേസ് മണി സപ്ലൈ കുറവാണെങ്കിലോ അവരുടെ മാർജിനൽ റിക്വയർമെൻറ്റ്സ് റെഡ്യൂസ് ചെയ്യും. ഒരു 2,000 മാത്രം അവർ വെച്ചിട്ട് ബാക്കി എന്ത് ചെയ്യും? ബാക്കി എമൗണ്ട് ഫുള്ളായിട്ട് കൺസ്യൂമറിന് കൊടുക്കും. ദിസ് ഈസ് നെക്സ്റ്റ് ഈസ് ദാറ്റ് ചേഞ്ചിങ് മാർജിനൽ റിക്വയർമെൻറ്റ്സ്. ദെൻ റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. That means regulate the credit for the purchase of consumer goods, or it includes permitting or banning credit for the purpose of certain consumer goods, extending the time for repayment, or lowering the raising the limit of down payment. റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് അല്ലേ? നമുക്കിപ്പോൾ എന്ത് സാധനമായാലും ക്രെഡിറ്റിൽ കിട്ടും. അതായത് പൈസ കൊടുക്കാണ്ട് നമുക്കിന്ന് എന്ത് ചെയ്യാം? എന്ത് സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. മെല്ലെ മെല്ലെ പൈസ കൊടുത്താൽ മതി അല്ലേ? ഇൻസ്റ്റാൾമെൻ്റായിട്ട് പൈസ കൊടുത്താൽ മതി. ഇങ്ങനെ മണി സപ്ലൈ കൂടുതലുള്ള സമയത്താണെങ്കിൽ സാധാരണയായിട്ട് എന്താ ചെയ്യുക? ക്രെഡിറ്റിൽ കൊടുക്കുന്നത് അങ്ങ് ഒഴിവാക്കും. മാക്സിമം പൈസ കൊടുത്താൽ എന്ത് ചെയ്യും? മാക്സിമം പൈസയും ആരുടെ അടുത്തേക്ക് എത്തും? ഓർഗനൈസേഷനിലേക്ക് എത്തും, അല്ലെങ്കിൽ എക്കണോമിയിലേക്ക് എത്തും. മാർക്കറ്റിൽ പൈസ കുറവാകും, മാർക്കറ്റിൽ മണി സപ്ലൈ കുറവാകും. അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ്. എന്താ ഡൗൺ പേയ്മെൻറ്റ്? നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിലൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന എമൗണ്ടാണെന്ത്? ഡൗൺ പേയ്മെൻറ്റ്. ആ ഡൗൺ പേയ്മെൻറ്റ് കൂട്ടും. മണി സപ്ലൈ കൂടുതലാണെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് കൂട്ടും. ഇപ്പോൾ 15,000 ഒരു ഫോൺ വാങ്ങിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ എന്ന് വിചാരിക്കാം. നോർമലി 2,000 രൂപയാണ് ഡൗൺ പേയ്മെൻ്റ് എങ്കിൽ മണി സപ്ലൈയിൽ കൂടുതലുള്ള സമയത്താണെങ്കിലോ 5,000 രൂപ ഡൗൺ പേയ്മെൻറ്റായി ചാർജ് ചെയ്യും. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ പ്രൈസ് മണി സപ്ലൈ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് മോറൽ സുവേഷൻ. Moral suasion means persuading commercial banks to take measures from time to time as per the direction of central bank. All the commercial bank is regulated by the central bank, or the bank is have to take necessary steps, necessary actions to control the commercial banks. Simply it is known as advice. It is a sort of advice given by the RBI to the
commercial banks. There is no compulsion. They direct the commercial banks for their working, that is moral suasion. Then direct action. If any commercial banks does not obey the rules and regulations by the RBI will take direct action against such a commercial banks. They take the actions as refusing to discount or rediscount the bills of those commercial banks, and they charge penalty of interest on such a banks, etc. RBIയുടെ റൂൾസ് റെഗുലേഷൻസ് ഒന്നും അനുസരിക്കാത്ത ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അവരെന്ത് ചെയ്യില്ല, ഡയറക്റ്റായിട്ട് ആക്ഷൻ എടുക്കാം. അവരുടെ ബിൽസൊന്നും ഡിസ്കൗണ്ട് ചെയ്യാണ്ടിരിക്കാം, അവർക്ക് ലോണൊന്നും പ്രൊവൈഡ് ചെയ്യാണ്ടിരിക്കാം. അതുപോലെ തന്നെ പെനാൾട്ടി, ഇൻട്രസ്റ്റൊക്കെ പെനാൾട്ടി ആയിട്ട് ഇഷ്യൂ ചെയ്യാം. ഇത്രയാണ് മോണിറ്ററി പോളിസീസിൻ്റെ ടൂൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ടൂൾസ് 2 ടൈപ്പ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് qualitative techniques. Okay, first one bank rate policy, then open market operation CRR and SLR are the quantitative techniques. Then qualitative techniques, rationing of credit, changing margin requirements, regulation of consumer credit, moral suasion and direct action. These are the techniques of monetary policy. Thank you all.